പലപ്പോഴും ഇപ്പം കാണുന്നത് ഒരുപാട് കേക്ക് ഷോപ്സും സ്വീറ്റ്സും കൺഫെക്ഷണറീസ് ഒക്കെ കാണുന്നുണ്ട്. ഇപ്പൊ എല്ലാ മുക്കിലും മൂലയിലും അത് കാണുന്നുണ്ട്. അപ്പം യുവാക്കൾ കൂടുതലായിട്ട് അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് കൂടുതലായി കൺസ്യൂം ചെയ്യുന്നതായിട്ട് ഉപയോഗിക്കുന്നത് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നേരത്തെ ഷുഗർ വരാനുള്ള സാധ്യതയുണ്ട്. ഷുഗർ എന്ന് ഉദ്ദേശിച്ചത് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്, അല്ലെങ്കിൽ പ്രമേഹ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇപ്പോഴത്തെ കൗമാരപ്രായക്കാരോടും യുവാക്കളോടും പറയാനുള്ളത്, കഴിവതും നേരത്തെ ഷുഗർ അല്ലെങ്കിൽ ആഡഡ് സ്വീറ്റ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭക്ഷണ രീതിയിൽ. അതുമൂലം ഫാറ്റി ലിവറും അതിന്റെ ഒപ്പം തന്നെ നമുക്ക് പ്രമേഹം തടയാൻ സാധിക്കും. പിന്നെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള പ്രമേഹ രോഗികൾക്ക് എന്തെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാമെന്നുള്ളതാണ്. കഴിവതും അവർ അന്നജങ്ങളുടെ അളവ് കുറയ്ക്കാൻ നോക്കുക. അന്നജങ്ങൾ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് അഥവാ നമ്മുടെ പ്രധാനമായിട്ടുള്ള ഭക്ഷണ രീതിയിൽ അന്നജങ്ങൾ തന്നെയാണ്. അരി, ഗോതമ്പൊക്കെ അന്നജങ്ങളാണ്. അപ്പൊ അരിയും ഗോതമ്പിന്റെ അളവ് കുറയ്ക്കുക, മൈദ പൂർണ്ണമായും ഒഴിവാക്കുക. അതാണ് പ്രധാനമായിട്ടും പ്രമേഹ രോഗികൾ ചെയ്യേണ്ടത്. ഏതൊക്കെ പഴവർഗ്ഗങ്ങൾ കഴിക്കാം? കൂടുതലായി എല്ലാ പഴവർഗ്ഗങ്ങളും കഴിക്കാം. പക്ഷെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുന്ന പഴുത്ത ചക്ക, മാങ്ങ അതൊക്കെ നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യാൻ സാധ്യത ഉള്ളതുകൊണ്ട് കഴിവതും പഴുത്ത ചക്കയും പഴുത്ത മാങ്ങയും ഒഴിവാക്കാൻ നോക്കുക. കാരണം അതൊരു നിശ്ചിത അളവിൽ നമ്മൾ കഴിക്കാൻ സാധ്യതയില്ല. നമ്മൾ തന്നെ നട്ടു വളർത്തി ഉണ്ടാക്കിയ ഒരു ഭക്ഷണ പദാർത്ഥം ആയതുകൊണ്ട് നമ്മളത് ഒഴിവാക്കാൻ സാധ്യതയില്ല. പിന്നെ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ. കപ്പ, പൂളക്കിഴങ്ങ്, ചേമ്പ്, ചേന, കാച്ചിൽ, കൂർക്കൽ ഇത് കഴിവതും ഒഴിവാക്കാൻ നോക്കുക. ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണമാണ്. കൂടുതലായിട്ടും മാംസ്യങ്ങൾ, അതായത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക. ചെറുപയർ, മമ്പയർ, മുതിര, കടല, പരിപ്പ് അതൊക്കെ കൂടുതൽ കഴിക്കാൻ നോക്കുക. ഉപ്പേരികൾ ധാരാളം കഴിക്കുക. അതായത് വള്ളിപ്പയർ, ബീൻസ് ഇതിന്റെയൊക്കെ തോരൻ വെച്ച് നന്നായി കഴിക്കാം. അപ്പൊ മീൻ, മുട്ടയൊന്നും പ്രമേഹ രോഗികൾക്ക് ഒരു പ്രശ്നമല്ല, അവർക്കത് കഴിക്കാം. കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞ കഴിക്കാം. കൊളസ്ട്രോളിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മുട്ടയുടെ മഞ്ഞയുടെ അളവൊന്ന് കുറയ്ക്കാം. പാടെ ഒഴിവാക്കണം എന്ന് പറയുന്നതിൽ കുറയ്ക്കാം. ഇതൊക്കെയാണ് പ്രമേഹ രോഗികളുടെ